അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാം, acoustic waves with frequencies below. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. Acoustic waves with frequencies below 20 Hz are known as infrasonic. Okay. നിങ്ങൾ ആൻസർ പറഞ്ഞു, അതിനുശേഷം ഞാൻ ബാക്കി പറയുന്നുള്ളൂ. ഇൻഫ്രാസോണിക് ആണ്. ദെൻ സോ ഇൻഫ്രാസോണിക് ആണ് ആൻസർ. അപ്പൊ നമുക്ക് അതിന്റെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഞാനൊന്ന് റിലേറ്റ് ചെയ്തേക്കുവാണ്. അൾട്രാസോണിക്, സബ്സോണിക്, നിങ്ങൾ അത് കേട്ട് കാണത്തില്ല. ഹൈപ്പർസോണിക്. സോ അൾട്രാസോണിക് നമുക്കറിയാം, ഫ്രീക്വൻസീസ് എബവ് 20 കിലോഹെർട്സിനെ നമ്മൾ അൾട്രാസോണിക് എന്നാണ് പറയുന്നത്. ഇൻഫ്രാസോണിക് നമുക്കറിയാം. സബ്സോണിക് എന്ന് പറയുന്നത് refers to speed less than the speed of sound. അത് ശരിക്കും എന്താണ് ഫ്രീക്വൻസി. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അല്ല, സബ്സോണിക് വേവ്സ് എന്ന് പറയുന്നത് അത് ശരിക്കും ഫ്രീക്വൻസീസ് അല്ല, സ്പീഡ് സൗണ്ടിനെക്കാട്ടി കുറവുള്ള സ്പീഡിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. ദെൻ സോ ഹൈപ്പർ സോണിക് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാക് 5 എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു നമ്മൾ ഈ കാറിന്റെ ഒക്കെ സ്പീഡ് വെച്ചിട്ടാണ് ഈ മാക് 1, മാക് 5 എന്നൊക്കെ പറയുന്നത്. അപ്പോ ഹൈപ്പർസോണിക് വേവ്സ് എന്ന് പറയുന്നത് അത് സ്പീഡ് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്, ഫ്രീക്വൻസി അല്ല. അപ്പോ എക്സീഡിങ് മാക് 5 ഫ്രീക്വൻസീസിനെ അല്ലെങ്കിൽ സൗണ്ടിനെയാണ്, ഫ്രീക്വൻസീസ് അല്ല സൗണ്ടിനെയാണ് നമുക്ക്, സ്പീഡിനെയാണ് നമുക്ക് ഹൈപ്പർസോണിക് വേവ്സ് എന്ന് പറയുന്നത്. ലെസ് ദാൻ സ്പീഡ് ഓഫ് സൗണ്ട് ആണ് സബ്സോണിക് എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഇതെല്ലാം സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതായതുകൊണ്ട് ജസ്റ്റ് ആ ക്ലാസിഫിക്കേഷൻ ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ട് ശരിക്കും 2-3 ക്ലാസിഫിക്കേഷനേ ഉള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് എന്താണ് ആ ഓപ്ഷനകത്ത് കൊടുത്തേക്കുന്ന പാരാമീറ്റർ എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് അത് കൊടുത്തേക്കുന്നത് കേട്ടോ. അത് രണ്ടും ശരിക്കും സ്പീഡാണ്, ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതിന്റെ ആൻസർ ഇൻഫ്രാസോണിക് ആണ്. നെക്സ്റ്റ് അക്കോസ്റ്റിക് വേവ്സ് വിത്ത് 20 Hz 20 kHz എന്ന് പറയുന്നത് ഓഡിബിൾ വേവ്സിനെയാണ് അല്ലെ, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. സൂപ്പർസോണിക് വേവ്സ് എന്ന് പറയുന്നതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാക് 1 സ്പീഡിനെക്കാട്ടി, മാക് 1 എന്നൊക്കെ ഞാൻ പറഞ്ഞു, മാക് 1, മാക് 5 എല്ലാം നമ്മള് സ്പീഡാണ്. സോ അക്കോസ്റ്റിക് വേവ്സ് വിത്ത് ഫ്രീക്വൻസീസ് എബവ് 20 kHz അതിനെ എന്താ വിളിക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു അൾട്രാസോണിക്. അതെ, അൾട്രാസോണിക് വേവ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത് കേട്ടോ. ഗ്രേറ്റർ ദാൻ 20 kHz. ഹൈപ്പർസോണിക്കും 20 kHz തന്നെയല്ലേ? ഏതാ? ഹൈപ്പർസോണിക്കും എബോവ് 20 kHz അല്ലേ? അല്ല, ജനറലി 20 kHz എബോവ് വരുന്നതിനെ നമ്മൾ അൾട്രാസോണിക് എന്നാണ് വിളിക്കുന്നത്. ഹൈപ്പർസോണിക്കിന്റെ റേഞ്ച് പറയുന്നത് ഞാൻ നേരത്തെ അതിനകത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഹൈപ്പർസോണിക് above 1 GHz. നമ്മൾ മെൻഷൻ ചെയ്തായിരുന്നു. ഹൈപ്പർസോണിക് സ്പീഡല്ലേ പറയുന്നത്? ഫ്രീക്വൻസി അല്ല, ഇതാണ് നമ്മൾ പറഞ്ഞല്ലോ എന്തൊക്കെയാണ് സബ്സോണിക്, ഹൈപ്പർസോണിക് എന്നൊക്കെ പറയുന്നത് സ്പീഡിനെയാണ് പറയുന്നത്. അല്ല, ഹൈപ്പർസോണിക് പറഞ്ഞത് ഫ്രീക്വൻസി അബവ് 1 GHz ആണ്. ഹൈപ്പർസോണിക് വേവ്സ് ഇങ്ങനെയല്ലേ പറഞ്ഞു? ഹൈപ്പർസോണിക് വേവ്സ് റെഫേഴ്സ് ടു സ്പീഡ് എക്സീഡിംഗ് മാക് 5 എന്നാണ് പറഞ്ഞത്. പറഞ്ഞിട്ടുണ്ട് 1 GHz. എവിടെ? ഞാൻ തന്നെ നോട്ട്സിനകത്താണോ? സാർ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈപ്പർ സൗണ്ട് ഓർ എക്സ്ട്രീം ഹൈപ്പർ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഹൈപ്പർ സൗണ്ട് അല്ലേ?
സോണിക് അല്ല. പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞില്ലേ? അല്ല, അത് തന്നെ, ഇതാണ് ഹൈപ്പർ സൗണ്ട് ആണ്. നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ ആണ്. 3, നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. നിങ്ങൾ ശരിക്കും ഞാൻ 3 ഉള്ളൂ. ഞാൻ ഒരെണ്ണോട് എക്സ്ട്രാ പറഞ്ഞതേ ഉള്ളൂ. 3 വെച്ചാൽ ഒന്ന് ഇൻഫ്രാ സൗണ്ട്, അത് ഓക്കെ ആണല്ലോ. ഇൻഫ്രാ സൗണ്ട് ഓക്കെ ആണല്ലോ, ബിലോ 20 ഹെർട്സ്. ദെൻ രണ്ടാമത്തത് ഓഡിബിൾ സൗണ്ട് ആണ്, 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ്. ദെൻ മൂന്നാമത്തത് അൾട്രാ സൗണ്ട്, അത് എബോവ് 20 കിലോ ഹെർട്സ്. ദെൻ ഹൈപ്പർ സൗണ്ട് എന്ന് പറയുന്നത് എബോവ് 1 ജിഗാ ഹെർട്സിൽ വരുന്ന ഫ്രീക്വൻസി റേഞ്ചിൽ വരുന്നത്. നമ്മൾ മറ്റേ ഹൈപ്പർ സോണിക്, സബ് സോണിക് എന്നൊക്കെ പറയുന്ന വേവ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ്, സ്പീഡാണ്, ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതല്ല. ഓക്കെ. So which of the four? 1 gigahertz. 1 gigahertz ആണ്. Then ഇതേതാണ് ആൻസർ? Acoustic waves that cannot be detected by human ear. അൾട്രാസോണിക് ആൻഡ് ഇൻഫ്രാസോണിക്. അൾട്രാസോണിക് ആൻഡ് ഇൻഫ്രാസോണിക്. അതെ, മറ്റേ രണ്ടും ഇതാണ്. ഓഡിബിൾ മാത്രമാണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത് കേട്ടോ. Which of the following applications primarily uses ultrasonic waves? മെഡിക്കൽ ഇമേജ്. Medical imaging. അതെ. അവിടെയും നമ്മൾ പഠിക്കുമ്പോൾ അൾട്രാ സൗണ്ട് എന്ന് വെച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾ ഈ സോണിക് ഇപ്പം എന്താണ് അൾട്രാ സോണിക്, നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വേവിനെ റിലേറ്റ് ചെയ്ത് വരുമ്പോൾ അത് ഫ്രീക്വൻസി ആയിട്ട് പറയുന്നുണ്ട്. ശരിക്കും പറയുമ്പോൾ അൾട്രാ സൗണ്ടിന്റെ ആപ്ലിക്കേഷൻ ആണ് മെഡിക്കൽ ഇമേജ്. വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പറയാമോ? കോമൺ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അൾട്രാ സൗണ്ടിന് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. NDT ടെസ്റ്റിംഗ്. റഡാർ. നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. റഡാർ ആണോ അതോ വേറെ? സോണാർ. സോണാർ. എന്താണ് സോണാർ? അത് അൾട്രാ സൗണ്ട് ഇതാണ് ഫുൾ ഫോം. Sound navigation and ranging. അതെ, Sound നാവിഗേഷൻ. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ച്. നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. bottom of the sea. സോണാർ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ. അതെ, നമ്മൾ മറ്റേ റഡാർ ഒക്കെ പറയുന്ന പോലെ തന്നെ, അതെ, ഡെപ്തും അതുപോലെ തന്നെ അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് അൾട്രാസോണിക് വേവ്സ്. ഇത് നമ്മൾ ഒന്നുകൂടെ പഠിക്കും കേട്ടോ. അൾട്രാസോണിക് ഞാൻ ഒന്നുകൂടെ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം ജസ്റ്റ് അതിന്റെ കൂടെ പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് വരുന്നത് മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ ഈ പറഞ്ഞ സോണാറും കാര്യങ്ങളെല്ലാം വരും. അതിനകത്ത് വരുന്ന അൾട്രാസോണിക് ഇമേജിംഗ്, തെറാപ്പാറ്റിക് ആപ്ലിക്കേഷൻസ്, അൾട്രാസോണിക് സർജറി, ദെൻ NDT. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അതും നേരത്തെ സോണാർ പറഞ്ഞതുപോലെ തന്നെ ഇതും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റിയൊരു ഏരിയ ആണ്. നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. ദെൻ അൾട്രാസോണിക് വെൽഡിംഗ്, ക്ലീനിങ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. അപ്പൊ അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ സബ്മറൈൻ ഡിറ്റക്ഷൻ, അതേപോലെ തന്നെ ഒരു എന്താണ് റേഞ്ച് കണ്ടുപിടിക്കാനും കാര്യങ്ങളൊക്കെയാണ്. ഫ്ലോ മെഷർമെന്റ്, വാട്ടർ ട്രീറ്റ്മെന്റ്, ഇങ്ങനെ കുറെ ആപ്ലിക്കേഷൻസ് അൾട്രാസോണിക് വരുന്നുണ്ട്. ഇതിനടുത്ത ഇൻഫ്രാസോണിക് വേവ്സ് ആർ കോമൺലി പ്രൊഡ്യൂസ്ഡ് ബൈ. നമ്മൾ അൾട്രാസോണിക് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇൻഫ്രാസോണിക് വേവ്സ് കോമൺലി പ്രൊഡ്യൂസ്ഡ് ബൈ, ഞാൻ എന്റെ ആൻസർ ആയിട്ട് വെച്ചിട്ടുണ്ട്, വെയിൽസ് ആൻഡ് എർത്ത്ക്വേക്സ് ആണ് കേട്ടോ. നമ്മൾ ഇൻഫ്രാസോണിക് എന്നുള്ള വേർഡ് ആദ്യമേ പറഞ്ഞു, അതിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിരുന്നു. എർത്ത്ക്വേക്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇൻഫ്രാസോണിക് കാറ്റഗറിയിൽ വരുന്ന സാധനങ്ങളാണ്. Which of the following animals can hear ultrasonic waves? Bats. Okay. ഇത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. 20 ഹെർട്സ് 20 കിലോ ഹെർട്സ് ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ച് ആണ്.
ഇനി പീസോ ഇലക്ട്രിക് എഫക്ട് ഈസ് കോമൺലി യൂസ് ടു ജനറേറ്റ് വിച്ച് ടൈപ്പ് ഓഫ് അക്വസ്റ്റിക് വേവ്സ്? നമ്മൾ Ultrasonic. അൾട്രാസോണിക്കിന്റെ ഏറ്റവും കോമൺലി യൂസ്ഡ് പീസോ ഇലക്ട്രിക് എഫക്ട് എന്താണ്? പ്രഷർ കൊടുത്താൽ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മെക്കാനിക്കൽ അല്ലെ, ഒരു ട്രാൻസ്ഡ്യൂസർ ആണ്. മെക്കാനിക്കൽ ടു ഇലക്ട്രിക്കൽ. മെക്കാനിക്കൽ ടു ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ തിരിച്ചും പറയാം ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ അല്ലെ. എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് അറിയാം? അതെ. സോ ടു ജനറേറ്റ് ഇലക്ട്രിക് ചാർജ് വെൻ സബ്ജക്റ്റഡ് ടു മെക്കാനിക്കൽ സ്ട്രെസ്. തിരിച്ചും പറയാം കേട്ടോ, തിരിച്ചും പറയാവുന്ന ഒരു പ്രോസസ് ആണത്. അതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അൾട്രാസോണിക് വേവ് ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ബാക്കി മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ അടുത്തത് നിങ്ങളുടെ ഈ ഒരു അക്കോസ്റ്റിക്സിന്റെ ലാസ്റ്റ് സെഷൻ ആണ് ശരിക്കും അൾട്രാസോണിക് എന്നും അൾട്രാസൗണ്ട് എന്നും പറഞ്ഞ് അതിന്റെ ആപ്ലിക്കേഷൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കുറെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് അൾട്രാസൗണ്ട്. പിന്നെ അനിമൽസ് സച്ച് ആസ് എലിഫന്റ് കമ്മ്യൂണിക്കേറ്റ് യൂസിംഗ് വിച്ച് ടൈപ്പ് ഓഫ് അക്കോസ്റ്റിക് വേവ്? ഇൻഫ്രാസോണിക് അല്ലേ? ഇൻഫ്രാസോണിക് ആണ് കേട്ടോ. നേരത്തെ നമ്മൾ അൾട്രാസോണിക് പറഞ്ഞു, അതേപോലെ തന്നെ ഇൻഫ്രാസോണിക്കിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. എലിഫന്റ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേവ് ഇൻഫ്രാസോണിക് ആണ്. അത് നേരത്തെ അറിയാം, 20 ഹെർട്സിന് ബിലോ ആയിട്ടുള്ള ഫ്രീക്വൻസി റേഞ്ച് ആണ്. വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഫ്രീക്വൻസി ഓഫ് അക്കോസ്റ്റിക് വേവ്? ഓപ്ഷൻ എ ആണോ? നിങ്ങൾ ഓസിലോസ്കോപ്പ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. നമുക്ക് അത് ശരിക്കും ഓപ്ഷൻസ് നോക്കുമ്പോൾ അറിയാം. ഫ്രീക്വൻസി കൗണ്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് നമുക്ക് ഫ്രീക്വൻസീസ് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോ ഇത് രണ്ടും എയും സിയും രണ്ടും കറക്റ്റ് ആണ്. അപ്പോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് സി ആണ്. രണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഓസിലോസ്കോപ്പ് അറിയാമല്ലോ എന്താന്നുള്ളത്. ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ആണ്, നമുക്ക് മെഷർ ചെയ്യാനും പറ്റും. ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് എല്ലാം മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ദെൻ അടുത്തത് സോണാർ. സോണാർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അൾട്രാസോണിക് വേവ്സിനെ ഡിറ്റക്ട് ചെയ്യാനാണ്. ദെൻ സോണാറിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. Which material is commonly used in ultrasonic transducers for generating sound waves? Quartz. Piezoelectric effect ഓർത്ത് വെച്ചിരുന്നാൽ മതി. Then speed of ultrasonic wave depends on Medium density and elasticity. അതെ, മീഡിയം ഡെൻസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി. ആ രണ്ട് പാരാമീറ്റേഴ്സിനെയാണ് അൾട്രാസോണിക് സൗണ്ട് വേവ്സ് സ്പീഡ് ഡിറ്റർമിൻ ചെയ്യുന്ന രണ്ട് പാരാമീറ്റേഴ്സ്. സ്പീഡ്, അതിനൊരു റിലേഷൻ ഉണ്ട്, അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്പീഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഇ ബൈ റോ ആണ്. റോ ആണ് ഡെൻസിറ്റി. ഇ എന്ന് പറയുന്നത് നമ്മുടെ ആ ഇലാസ്റ്റിക് മോഡുലസ് എന്ന് പറയുന്ന പാരാമീറ്റർ ആണ്. അതിനെ ബൾക്ക് മോഡുലസ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് മീഡിയം ഡെൻസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി ആണ്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്ക ഉള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs
സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ TechPSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.